Tigers Vision. ഹലോ, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ, എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടെയൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങളും ഇവിടെ സുഖമായിട്ട് സന്തോഷത്തോടെയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഇതുവരെയൊക്കെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. നിങ്ങൾ തരുന്ന സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇനിയും മുമ്പോട്ട് പോകാനും വീഡിയോ ഒക്കെ ഇടാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റു. രാവിലെ കാപ്പി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പോൾ മീനുക്കുട്ടി സുഖം ഉറക്കമാണ്. മീനുക്കുട്ടി എണീറ്റില്ല. അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോരോ അപ്പമായിട്ട് ഇങ്ങനെ ചുട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഈ സമയത്ത് തന്നെ തേങ്ങയൊക്കെ തിരുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു അപ്പം അടുപ്പിൽ ആവുന്ന സമയം അത് അടച്ചു വെച്ചിട്ട് അത് വെന്ത് വരുന്ന സമയത്തിനിടയ്ക്ക് വെച്ചിട്ട് തേങ്ങയൊക്കെ തിരുകി ചമ്മന്തിക്കൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചമ്മന്തിക്കറിയാണ് ഇന്ന് വെക്കുന്നത്. അപ്പോൾ ഇവിടെ മീനുക്കുട്ടിക്കൊക്കെ ചമ്മന്തിക്കറി ഇഷ്ടമായത് കൊണ്ടേ ദോശയോ ഇഡ്ഡലിയോ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ചമ്മന്തിക്കറിയാണ് കൂടുതലും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗ്രീൻ പീസ് കറിയും കടലക്കറിയൊക്കെ വല്ലപ്പോഴും ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും അല്ല, മീനുക്കുട്ടിക്ക് ചമ്മന്തിക്കറിയാണ് ഇഷ്ടം. അതുമാത്രമല്ല, ഉണ്ടാക്കാനും എളുപ്പമാണല്ലോ. ഒരപ്പം അങ്ങോട്ട് അടുപ്പിൽ വെക്കുന്ന സമയം കൊണ്ട് തേങ്ങയൊക്കെ തിരുവി അടിച്ചെടുത്ത് നമ്മുടെ ചമ്മന്തിക്കറി റെഡിയാവും. അപ്പോൾ അത് ചമ്മന്തിക്കറിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ചായയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ സമയമായി. പല്ലൊക്കെ തേച്ചിട്ടും ഞാൻ വന്നു. മീനുക്കുട്ടി പല്ലേക്കാൻ പോയിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അപ്പവും ചായയും ചമ്മന്തിക്കറിയാണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ. ഇതൊക്കെ കഴിച്ചിട്ട് വേണം മീനുക്കുട്ടിനെ കുളിപ്പിച്ച് റെഡിയാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് കാണാം. അങ്ങനെ യൂണിഫോമൊക്കെ ഇട്ട് റെഡിയായി മീനുക്കുട്ടി ഇതാ സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മീനുക്കുട്ടിയുടെ സ്കൂളിൽ സ്പോർട്സ് ആണ് കേട്ടോ. അപ്പോൾ അഡീഷണൽ ആയിട്ട് ടീച്ചർ ഒരു കളർ ഡ്രസ്സ് കൂടെ വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കളർ ഡ്രസ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ആകെ ഒരു ബുക്കും കുടയും വെള്ളവും കുപ്പി അങ്ങനെയുള്ളതൊക്കെ മാത്രമേ കൊടുത്തു വിട്ടുള്ളൂ. വേറെ ബുക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് സ്പോർട്സ് ഡേ ആയിട്ട് അവളെ വിടണോ എന്ന് ഞാൻ ആദ്യം വിചാരിച്ചിട്ടോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് ജയിക്കേ തോക്കേ എന്താണെങ്കിലും കുഴപ്പമില്ല, അവൾ എന്തെങ്കിലും അവളെ കൊണ്ട് പറ്റുന്ന മത്സരത്തിന് നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഇന്ന് ഓട്ടോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവൾ എന്തായാലും വീട്ടിലെ കിടന്ന് ഓടല്ലേ, നമുക്ക് അവർ ജയിക്കേ തോക്ക എന്നതല്ലല്ലോ പ്രാധാന്യം, അവൾക്കൊരു പിന്തുണ കൊടുക്കുന്നതല്ല, അവൾക്കും ഇഷ്ടമാണ്. അപ്പോൾ അവൾ വേണമെങ്കിൽ നിൽക്കട്ടെ. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ ഒന്നിനും അവളെ ഒഴിവാക്കി നിർത്തണ്ട, അവളെ സന്തോഷമല്ലേ, അവൾ നിൽക്കട്ടെ എന്ന് പറഞ്ഞാണ് കേട്ടോ സ്പോർട്സ് ഡേക്ക് വിട്ടത്. പക്ഷെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ദിവസമാണെങ്കിൽ ഒരു സ്പോർട്സ് ഡേ ഒക്കെ കിട്ടുന്നതാണെങ്കിൽ ഞാനങ്ങനെ അധികം പോവാറൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അന്ന് എന്തായാലും വീട്ടിൽ നിൽക്കേ, സ്കൂളിൽ അങ്ങനെയൊക്കെ ഉള്ള ദിവസങ്ങളിൽ അവധി കിട്ടുമല്ലോ എന്ന സന്തോഷത്തിൽ വീട്ടിൽ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും മീനുക്കുട്ടി അങ്ങനെ പോയേട്ടോ. ജയിക്കുകയോ തോൽക്കോ എന്നതിലൊന്നുമല്ല കാര്യം അല്ലേ, ജയിക്കുകയോ തോക്കെ അതൊന്നും ഒരു വിഷയമേ അല്ല. എല്ലാത്തിലും നമ്മളുടെ ഒരു സാന്നിധ്യം ഉണ്ടാകുക എന്നതല്ലേ പ്രധാനം. പിന്നെ ഞാൻ അത് തിരിച്ച് വീട്ടിൽ നിന്ന് ഉച്ചത്തേക്കുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിട്ട് അതോ ചോറ് പിന്നെ വെള്ളമൊക്കെ വെച്ച്. അപ്പോൾ വെള്ളം ചൂടാകുന്ന സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു രാവിലെ എടുത്തതിൽ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ തീ കത്തിക്കുന്നതിൻ്റെ അടുത്ത് വെച്ച് തന്നെയാണ് കേട്ടോ പാത്രവും കഴുകുന്നത്. അപ്പോൾ നമ്മൾ എത്ര മാത്രം ശ്രദ്ധിച്ചാലും ഇത്തിരി വെള്ളമൊക്കെ അവിടെ വീഴും കേട്ടോ. പിന്നെ കുഴപ്പമില്ല, ഞാൻ വിറവൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ച് ഇത്തിരി പൊക്കിയൊക്കെ വെച്ചാണ് കേട്ടോ ഇവിടെ നിന്ന് എന്താ പറയുക പാത്രമൊക്കെ കഴുകുന്നത്. പാത്രം വെച്ച് കഴുകാൻ വേറെ സൗകര്യം എങ്ങും ഇല്ല. അപ്പം ഈ ഒരു അടുപ്പിൻ്റെ ഇവിടെ മാത്രമേ സൗകര്യമുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും പാത്രങ്ങൾ വെച്ചത്. ഒരു പാത്രത്തിൽ കഴുകി വീത്തും ഒരു പാത്രത്തിൽ തോരാനായിട്ട് വെക്കും കേട്ടോ. അപ്പം ഈ പാത്രമൊക്കെ നമുക്ക് ഒരു ചേച്ചി തന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്തിരി വീഡിയോ എടുക്കാൻ അവിടെ വച്ചത് ഇത്തിരി ലോങ് ആയിപ്പോയിട്ട്, അതുകൊണ്ട് ഇത്തിരി സ്പീഡ് കൂട്ടിയിട്ടതാണ്. അപ്പോൾ ഇത്രയും പാത്രമൊക്കെ കഴുകി തീരുന്ന സമയം കൊണ്ട് നമ്മൾ ചോറിന് വെച്ച വെള്ളവും നല്ല ചൂടായി കിട്ടും കേട്ടോ. അപ്പോൾ ചൂട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ ഞായറാഴ്ച വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ ഇത്തിരി ചൂട്ടും വിറകൊക്കെ ഇത്തിരി തോന എടുത്തുകൊണ്ട് വന്നേ. കൊച്ചു വിറകും വലിയ വിറകുമായിട്ടൊക്കെ ഇത്തിരി തോന കിട്ടി. അപ്പോൾ അതാകുമ്പോൾ ചൂട്ട് വെച്ച് കത്തിച്ചാൽ പെട്ടെന്ന് തീ കത്തി പിടിക്കുകയും ചെയ്യും. അവിടെ പിന്നെ കിടന്ന് ഊതൊന്നും വേണ്ട. പിന്നെ കത്തി പിടിച്ചതിന് ശേഷം ഒരു വലിയ വിറക് വെച്ച് കൊടുത്താൽ അതാകുകയും ചെയ്യും. അപ്പോൾ ആ പാത്രം കഴുകുക, വെള്ളമൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇനി ഇതെടുത്തുകൊണ്ട് എന്തെങ്കിലും മൂട്ടിക്കൊണ്ട് വരുന്നത്. എത്ര കണ്ടോ വെള്ളം വീഴരുത് എന്ന് ശ്രദ്ധിച്ചാൽ ഇവിടെയൊക്കെ വെള്ളം വീഴും കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ അരിയൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. 3-4 വെള്ളം കഴുകി എടുത്തിട്ടുണ്ട്. ഇത് കുടുംബശ്രീയുടെ ഒരു അരിയാണ് കേട്ടോ, എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ അരിയാണ്. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. നല്ലതായിട്ട് തീ കത്തണമെന്നുണ്ടെങ്കിൽ ഒന്ന് തിളച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ വെന്ത് കിട്ടും കേട്ടോ. അതുകൊണ്ട് ഞാൻ മീനിനെ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് ചോറ് വെക്കുന്നത് കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടും, അതുകൊണ്ടാണ് താമസിച്ച് വെക്കുന്നത്. പിന്നെ ഉച്ചത്തേക്ക് ഇതായ കുറച്ച് കിഴങ്ങ്, അതായത് കപ്പ, മരിച്ചിനി ഉണ്ടായത്, നമ്മളിവിടെ മരിച്ചിനി എന്നാണ് പറയുന്നത്. അപ്പം മരിച്ചിനി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 മരിച്ചിനി
ചെറിയ മരച്ചിനി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ അധികം മരച്ചിനി കുക്കറിൽ വെക്കാറില്ല, പക്ഷെ ഇന്ന് ഞാൻ കുക്കറിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഇത്തിരി മഞ്ഞപ്പൊടിയും ഇത്തിരി ഉപ്പും മാത്രം ഇട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഇട്ട് വീഴ്ത്തി നന്നായിട്ട് മിക്സ് ചെയ്ത് അടുപ്പിൽ ഗ്യാസിൽ വെച്ച് വേവിക്കാൻ കേട്ടോ ചെയ്യുന്നത്. ഇന്നിത്തിരി എളുപ്പം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കുക്കറിലെടുത്ത് വെക്കണത്. അപ്പൊ 2 വിസിൽ കേൾക്കുമ്പോൾ ഓഫ് ചെയ്തിടും കേട്ടോ. അപ്പൊ നല്ല വെന്ത് കിട്ടുന്ന നല്ല കപ്പയാണ് കേട്ടോ. അപ്പൊ പിന്നെ ഇന്ന് കറിയായിട്ട് ഇന്നലെ വൈകുന്നേരം ചേട്ടൻ ചാള മീൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചാള മീൻ അപ്പൊ ഇന്നലെ വൈകുന്നേരം കറി വെച്ചിട്ടും ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പൊ അതൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ രാത്രി ഞങ്ങൾ കഴിച്ചതിന് ശേഷം പിന്നെ ഇന്നത്തേക്ക് വെച്ചിരുന്നേ. പിന്നെ കുറച്ച് ചാള ഫ്രൈയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതും ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഇന്നലെ കുറച്ച് നമ്മൾ രാത്രി പൊരിക്കുകയും ചെയ്ത് കറി വയ്ക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ വേറെ മീനൊന്നും കിട്ടിയില്ല, ചാളയാണ് കിട്ടിയത്. അപ്പോൾ ഈ സമയം നോക്കിയപ്പോൾ ചെറുതായിട്ടൊന്ന് മഴ ചാറിയിട്ട് അപ്പോൾ കുറച്ച് തുണി കിടന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ ഇപ്പം ചോദിച്ചാൽ നനയണ്ടാന്ന് വിചാരിച്ച് ഈ എടുത്തുകൊണ്ട് വന്നേ. ചെറുതായിട്ട് ചാറുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ നല്ല വെയിലായി കേട്ടോ. ആ ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ അങ്ങ് പോയതിനു ശേഷം നല്ല വെയിലായി. പിന്നെ ഞാൻ തുണിയൊന്നും കൊണ്ടിടാൻ നിന്നില്ല കേട്ടോ. എപ്പോഴാണ് കാലാവസ്ഥ മാറുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ തുണിയൊന്നും കൊണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ സമയം കേട്ടോ. അപ്പോൾ അത് അടിപൊളി നമ്മുടെ കപ്പ നല്ല വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഉടച്ചെടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കപ്പയും ചാള മീൻകറിയും ചാള ഫ്രൈയും ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ മതി ഉച്ചയ്ക്ക് കഴിക്കാൻ സൂപ്പറായിട്ട്. മരിച്ചിനി ഉണ്ടെങ്കിൽ അതിലൂടെ ചാള മീൻകറി. അപ്പം നമ്മളിവിടെ തേങ്ങ അരച്ചാണ് കറി വയ്ക്കുന്നത്. തക്കാളിക്കും പച്ചമുളകൊക്കെ ഇട്ട് തേങ്ങ അരച്ചാണ് നമ്മൾ തിരുവനന്തപുരം സ്റ്റൈൽ മീൻകറി എന്ന് പറയുമ്പോൾ. അപ്പം മുരിങ്ങയ്ക്ക ഉണ്ടെങ്കിൽ അതും കൂടി ഇടും കേട്ടോ. അപ്പം ചേട്ടൻ ഇല്ല ചോറ് കഴിക്കാൻ, ഞാൻ മാത്രമേ ഉള്ളൂ. അടിപൊളിയായിട്ട് നമ്മുടെ ചാളക്കറിയും മരിച്ചിനെ വെച്ച് കുശാലായിട്ട് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചോളൂ. ഉച്ചയ്ക്ക് ഇതിന് ചൂടോടെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. വൈകുന്നേരം ചോറ് കഴിക്കുന്നത് അത്ര ഇതില്ല കേട്ടോ. കഴിക്കും, വൈകുന്നേരം ചോറ് തന്നെയാണ് കഴിക്കുന്നത്. എന്നാലും ഉച്ചയ്ക്കാണ് എന്താ പറയുക സന്തോഷത്തോടെ ഇരുന്ന് നല്ല മനസ്സറിഞ്ഞ് കഴിക്കുകയാണെന്ന് കേട്ടോ. അതിൽ ചൂടോടുകൂടി അതൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ എടുത്ത് കഴുകി വെച്ചോട്ടോ. അപ്പോൾ ഒത്തിരി പാത്രങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ഒതുക്കി വെച്ച് പിന്നെ മീനുകുട്ടീനെ വിളിച്ചിട്ട് വന്നു കേട്ടോ. 4:30 മണിയൊക്കെ. പിന്നെ ഇത്തിരി നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം പിന്നെ മീനുകുട്ടീനെ വിളിച്ചിട്ട് വന്നു. അപ്പോൾ ഇനി വീട്ടിലോട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ സ്പോർട്സ് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു കേട്ടോ ആശാത്തി. ഓട്ടത്തിന് മാത്രമേ വിളിച്ചോളൂ എന്ന് പറഞ്ഞ് പിന്നെ അങ്ങനെ വന്നു കേട്ടോ. അപ്പം ഇന്ന് ക്ലാസ് ഒന്നുമില്ല, ബുക്കൊക്കെ കൊണ്ടുപോയത് വെറുതെ ആയി അമ്മ എന്ന് പറഞ്ഞ്. ഇത് ചേമ്പ്, ചേമ്പല്ല ചേന. അപ്പൊ മീനുകുട്ടിയെ വിളിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇവിടേക്കൊന്ന് തൂത്തിട്ടായിരുന്നേ. കുട്ടിക്ക് രാവിലത്തേല് കുറച്ച് മാവ് ഉണ്ടായിരുന്നേ, അതെടുത്ത് അപ്പമാണ് കേട്ടോ ഉണ്ടാക്കി കൊടുത്തത്. അപ്പൊ ഇത്തിരി ചമ്മന്തിക്കറി ഉണ്ടായിരുന്നു, പിന്നെ ഒരു 3 അപ്പത്തിനും ഉണ്ടായിരുന്നേ. അപ്പൊ മുരിഞ്ഞ ചൂടോടെ അവൾക്ക് അപ്പം ഉണ്ടാക്കി കട്ടൻ ചായ ഇട്ട് കൊടുത്ത്. അല്ലേ മീനുകുട്ടി? യൂണിഫോം മാറ്റണേ, കഴിവാണ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴുകാനായിട്ട് ഇറങ്ങി. ഇപ്പൊ ഡെയിലി തുണിയൊക്കെ കഴുകി ഇടുന്നതാണ്. അങ്ങനെ അധികം തുണിയില്ല. അപ്പൊ ഞാൻ ഇന്നലെ ഇട്ടിരുന്ന മാറ്റ തുണി, പിന്നെ മീനിന്റെ യൂണിഫോം, മീനു രാവിലെ ഇട്ടിരുന്ന തുണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ പിന്നെ കഴുകുന്നുള്ള സൗകര്യമൊക്കെ ഉണ്ട്, നല്ല കല്ലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ വിശാലമായിട്ട് നിന്ന് തുണിയൊക്കെ കഴുകാം. കിണറിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഒരുപാട് വെള്ളം ചെമക്കൊന്നും വേണ്ട. അങ്ങനെ വിചാരിച്ചു അന്നുള്ള തുണി അന്നന്ന് കഴുകിയിട്ട് അത് എളുപ്പമാവുമല്ലോ. പിന്നെ ഒരുപാടായി കഴിഞ്ഞാൽ നമുക്ക് കഴുകാനും മടിയായിരിക്കും. കൂട്ടുകാരെ, എൻ്റെ കുഞ്ഞു വീഡിയോ ഇതൊക്കെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ എപ്പോഴും പറയും പോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ കൂട്ടുകാരെ. അപ്പോൾ എൻ്റെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.